എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഏത് രീതിയിലായിരുന്നു പ്രിപ്പറേഷൻ മുന്നോട്ട് പോയത്? അതിനെ കുറിച്ചൊക്കെ കുറെ പറയാനുണ്ട്. പറഞ്ഞോ. ഫസ്റ്റ് തന്നെ ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ് എന്നെ നല്ല ഹെൽപ്പ് ചെയ്തത്. ഓക്കെ. എങ്ങനെ പഠിക്കണം, സ്റ്റഡി സിസ്റ്റം ഒക്കെ ഹോസ്റ്റലിന്റെ ഒക്കെ ഷെഡ്യൂളിനനുസരിച്ചാണ് ഷെഡ്യൂളിനാണ് ഞാൻ പോയത്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് റിസ്വാൻ ഹബീബ്, യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ജസ്റ്റ് +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥി. ഇത്തവണത്തെ നീറ്റ് എക്സാമിന് മികച്ച സ്കോർ വാങ്ങി. ഫസ്റ്റ് ചാൻസിൽ തന്നെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് ഉറപ്പിച്ചിട്ടാണ് റിസ്വാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുന്ന ഒരു സ്കോർ വാങ്ങുക എന്ന് പറയുന്നത് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും വേണ്ടതുണ്ട്. അപ്പോൾ റിസ്വാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് റിസ്വാനെ ഈ റിസൾട്ടിലേക്ക് എത്തിച്ചത്, ഈ വക കാര്യങ്ങൾ നമുക്ക് റിസ്വാന്റെ അടുത്ത് ചോദിക്കാം. ഞാൻ ഇത്രയും കാലമില്ല ഖത്തറിലായിരുന്നു പഠിച്ചിരുന്നത്. എത്രാം ക്ലാസ് വരെ? 10ാം ക്ലാസ് വരെ. പിന്നെ നാട്ടിക്ക് വരണം എന്നൊരു പൂതി ഉണ്ടായിരുന്നു. അവിടെ പഠിച്ച് മടുത്തതെന്നല്ല, ഒരു വെറൈറ്റി ഒന്ന് ഫീൽ ചെയ്യാ വിചാരിച്ചങ്ങാണ്ട് നാട്ടിക്ക് വന്നു. കസിൻ പറഞ്ഞതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവര് പറഞ്ഞ് അവരിവിടെ പഠിച്ചു പോയതാണ്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിൽ വന്നു. ഫസ്റ്റ് ഹോസ്റ്റലിലാണ് വന്നേ. ഡേ സ്കോളർ കഴിഞ്ഞ ഒരു മാസത്തെ. പിന്നെ ഹോസ്റ്റൽ മൈത്രി കിട്ടി, ഒരു ഗുഡ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി. ഫസ്റ്റ് തന്നെ നല്ല റൂമും കിട്ടി, വലിയ വിശാലമായ റൂം തന്നെ കിട്ടിയത്. പിന്നെ ടാലന്റ് എക്സാം എഴുതിയിട്ടാണോ അഡ്മിഷൻ എടുത്തത്? ടാലന്റ് എക്സാം എഴുതി. സ്കോളർഷിപ്പ് കിട്ടിയിരുന്ന? ഇല്ല, അതിനകത്തുള്ള മാർക്കൊന്നും ഇല്ലായിരുന്നു 10ാം ക്ലാസ്സിൽ. ഇവിടെ വന്നതിന്റെ ശേഷം പിന്നെ പഠിക്കാൻ തുടങ്ങിയത്. സത്യം എക്സാം എഴുതി ഇവിടെ ജോയിൻ ചെയ്ത് ഡേ സ്കോളർ ആയിട്ട് പിന്നെ ഹോസ്റ്റലിലേക്ക് അഡ്മിഷൻ എടുത്ത ആളാണ് റിസ്വാൻ. ഓക്കെ. ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സാം എഴുതുന്ന സമയത്ത് അത് ടഫ് ആയിട്ട് ഫീൽ ചെയ്തോ? എല്ലാ എക്സാം എഴുതണ മാതിരി തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നു. ഞാൻ എഴുതിയിട്ടുള്ള എല്ലാം സാധാ ബോർഡ് എക്സാം, സ്കൂളത്തെ എക്സാം, അങ്ങനത്തെ ഒരു എക്സാം ഫീൽ ചെയ്യണ ഒരു ഇതന്നെ തോന്നിക്കുന്നു. ഇതെല്ലാരും ഫസ്റ്റ് ടൈം എഴുതിയാണ്ട് കിട്ടാതെ പോകുന്നവരുണ്ട് എന്നൊരു ഇത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ എഴുതിയത്. അപ്പൊ എനിക്ക് അത്ര കോൺഫിഡൻസ് കുറവൊന്നുമില്ലായിരുന്നു. പോയാ പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മള് ഒരു ബ്രേവ് ആയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എത്രയാണ് എക്സ്പെക്ടഡ് സ്കോർ? ഇതിൽ എക്സ്പെക്ടഡ് സ്കോർ പറയണെങ്കിൽ 655. മുകളിലേക്കോ താഴേക്കോ ഒക്കെ ചെറിയ വ്യത്യാസം വരാം. ഓക്കെ, ചെറിയ ഡിഫറൻസസ് വരാം. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ ഏതായാലും നമ്മൾ OMR ഷീറ്റ് വന്നിട്ടില്ല, അതുപോലെ തന്നെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള അൺഒഫീഷ്യൽ ആൻസർ കീയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പെക്ടഡ് സ്കോർ പറയുന്നത്. എന്തായാലും 655 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടാൻ നല്ല സാധ്യതയുള്ള സ്കോർ തന്നെയാണ്. നൗ മെയിൻ പോയിന്റ്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഏത് രീതിയിലായിരുന്നു പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിരുന്നത്? അതിനെ കുറിച്ചൊക്കെ കുറെ പറയാനുണ്ട്. പറഞ്ഞോ. ഫസ്റ്റ് തന്നെ ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ് എന്നെ നല്ല ഹെൽപ്പ് ചെയ്തത്. എങ്ങനെ പഠിക്കണം, സ്റ്റഡി സിസ്റ്റം ഒക്കെ ഹോസ്റ്റലിന്റെ ഒക്കെ ഷെഡ്യൂളിനനുസരിച്ചാണ് ഞാൻ പോയത്. പിന്നെ ആദ്യമൊക്കെ ഉറക്കം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. വേഗം ഉറക്കം നല്ല വരും. പിന്നെ അങ്ങനെ അഡാപ്റ്റ് ആയി. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഉറക്കമില്ലാതൊക്കെ. ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ മൈൻഡ് ഒന്ന് കുറച്ചൊന്ന് അവീക്കായിരിക്കണ്ടേ, അപ്പൊ ഉറക്കുണ്ടാവില്ല. പക്ഷെ ബയോളജി ഇങ്ങനെ വായിക്കുമ്പോ അധികം ഒന്നും ചിന്തിക്കാത്തതുകൊണ്ട് ചെറിയൊരു ഉറക്കം മടിയൊക്കെ വരും. പിന്നെ കോൺസ്റ്റന്റ് ആയി ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻ ആവശ്യമുള്ളത്. അതായത് ഇപ്പൊ +1 തുടക്കം മുതൽ നമ്മൾ ഓരോരോ ചാപ്റ്ററുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഒക്കെ MCQ ഒക്കെ ചെയ്തിട്ടാണ് പോയിരുന്നത്. ഏതൊക്കെ മെറ്റീരിയൽ? MTG പിന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെ പബ്ലിക് സ്കൂൾ, യൂണിവേഴ്സിറ്റി പബ്ലിക് സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്. ചാമ്പ്യൻ. പിന്നെ അതില് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2 അങ്ങനെയൊക്കെ. ടാർഗറ്റ് ലെവൽ 1 മാത്രമായിരുന്നു. ലെവൽ 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ആദ്യം തന്നെ അത് ചാപ്റ്ററിന്റെ കൂടെ തന്നെ എല്ലാ ചാപ്റ്ററിന്റെ കൂടെ ചെയ്തിട്ട് പോകും. അന്ന് എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് എത്രയാണോ അത്ര കവർ ചെയ്യും. ഓക്കെ. മറ്റ് കാര്യങ്ങൾ ഇപ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ബുക്സ്, ലൈബ്രറി അങ്ങനത്തെ സൗകര്യങ്ങൾ? ലീവുള്ള ദിവസം ഞാൻ ലൈബ്രറിക്ക് വരും, ഇവിടെ ഇരുന്നാണ്ട് പഠിക്കും. ഇവിടെ നല്ല കുറെ ബുക്സ് റെഫർ ചെയ്യാൻ. ഈ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോ എന്താണ് ഇതിന്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഇവിടെ ഉണ്ടായ ക്ലാസ് വൈസ് കോമ്പറ്റീഷൻ. നിങ്ങൾ പബ്ലിക് സ്കൂളിലെ ബാച്ചുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതോ ക്ലാസിന്റെ ഉള്ളിലുള്ള ഇന്റർ ക്ലാസ് ആണോ ഇൻട്രാ ക്ലാസ് ആണോ?
ഇന്റർ ക്ലാസ് പറയാം. ഉള്ളിൽ തന്നെയുള്ള ക്ലാസ്സിൽ തന്നെയുള്ള നിങ്ങളെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ. അതിൽ തന്നെ ഒരുപാട് പേര് നല്ല മാർക്കുള്ളവരുണ്ട്. ഓക്കെ. സോ ആ കോമ്പറ്റീഷൻ ആക്ച്വലി നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഓക്കെ, എന്താണ് അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ MBBS കിട്ടിയിട്ട് ബാക്കി നോക്കും. ഓക്കെ, MBBS എവിടെ പോകണം എന്നാണ് വിചാരിക്കുന്നത്? അങ്ങനല്ല, എവിടെ കിട്ടിയാലും. ഓക്കെ, അപ്പോൾ എയിംസിന്റെ ഒക്കെ, ഇപ്പോൾ ഡൽഹി എയിംസ് പോട്ടെ, മറ്റുള്ള എയിംസ് പോലത്തെ കോളേജുകളിൽ, പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ പുറത്ത് പോകണമെങ്കിൽ തന്നെ നല്ലത്. എല്ലാ സമയത്തും നമ്മൾ ഹോം കൺട്രിയിൽ, ഐ മീൻ ഹോം സ്റ്റേറ്റിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, വേറൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ 10th വരെ എവിടെ പഠിച്ചു? ഖത്തറിൽ പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്? ഇവിടെ വന്നിട്ട് ഹോസ്റ്റലിന്റെ ആ ഒരു കൾച്ചറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുപെട്ടിരുന്നു? നല്ല പാടുപെട്ടിരുന്നു. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു? പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ സമയത്ത് 11 മണി ആണ് അതിന്റെ സേവനം, ലൈറ്റ് ഓഫ് ചെയ്യണം. ഒരു 5 മണിയാകുമ്പോഴേക്ക് എണീച്ച് 6 മണിയാകുമ്പോഴേക്ക് സ്റ്റഡി ഹാളിൽ കയറണം എന്ന് പറയുന്ന ആ ഒരു ഷെഡ്യൂളിലേക്ക് ചില ആൾക്കാരുണ്ടാവും. ഞാൻ ഉറക്ക വായിക്കുന്ന ആളാണ്, ഞാൻ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്ന ആളാണ്, സ്റ്റഡി ഹാളിൽ എല്ലാവരും കൂടി ഇരുന്നാൽ പറ്റില്ല. അതുപോലെ ഞാൻ ലേറ്റ് ആയിട്ട് പഠിക്കുന്ന ആളാണ്, രാവിലെ കുറച്ചധികം ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ വളരെ ഏർലി ആയിട്ട് എണീക്കും. ഇതിലേതെങ്കിലും ആയിരുന്നു റിസ്വാൻ? ആക്ച്വലി ഞാൻ അങ്ങനെ ഒന്നായിരുന്നു. എന്റെ ഉപ്പ ഇത് മുമ്പേ എന്നോട് പറഞ്ഞു, അങ്ങനെ ഹോസ്റ്റലിൽ പോയാൽ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളെ ആംബിയൻസ് ഒന്നും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ റൂൾസ് ഉണ്ട് ഫോളോ ചെയ്യേണ്ടത്. സൈലന്റ് റീഡിങ് ആയിരിക്കണം, പിന്നെ എല്ലാരും ഒരുമിച്ച് പഠിക്കുന്നുണ്ടാവും. അത് വെച്ച് നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ലിമിറ്റ് ചെയ്യാൻ നമുക്ക് അറിയണം. എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് നമ്മൾക്ക് ഒക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള സിറ്റുവേഷനും ഇപ്പൊ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു, അവിടെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നാലും അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ എത്ര സമയം എടുത്തു ആ ഒരു സൈക്കിളിലേക്കൊക്കെ എത്തി റെഡിയായി വരാൻ? +1 പകുതിയായി. +1 പകുതിയായപ്പോഴേക്ക് സെറ്റായി. പിന്നെ അതൊരു ഡിസ്റ്റർബൻസേ ആയിട്ടില്ല, ഉറക്കം പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ അത് വലിയ ഫാക്ടർ ആയിട്ടുണ്ടാവും. ഒരു ഫ്രണ്ട് സർക്കിള്, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട്. ഓക്കെ, സോ ഏതായാലും ഗവൺമെന്റ് MBBS നല്ലൊരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.